കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ മറ്റൊരു നിലം തൊടാ പോരിന് വേണ്ടി നിലമ്പൂർ തയ്യാറെടുക്കുകയാണ്. ഇനി മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ആകാംക്ഷ. UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും, ഇടതു മുന്നണി ആരെയാണ് കളത്തിലിറക്കാൻ പോകുന്നത്, NDA ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നതിൽ ഇനിയിപ്പോൾ നമുക്കറിയാനുള്ള പേരുകളാണ് മുന്നിലേക്ക് വരാനുള്ളത്. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന സൂചന നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനുമൊക്കെയാണ്. ഏതായാലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളും ഭിന്നതകളും നിലനിൽക്കുന്നു UDFനകത്ത് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോഴാണ് ഒറ്റപ്പേരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ഇതാ വരാൻ പോകുന്നു ആ പേര് എന്ന ഒരു വിവരം അവർ അറിയിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകില്ല എന്ന് നമുക്ക് കരുതാം. NDAയും തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാം. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരും മലപ്പുറത്ത് നിന്ന്. ഉമേഷ്, വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ജൂൺ 19 വോട്ടെടുപ്പ്, ജൂൺ 23 വോട്ടെണ്ണൽ. ഇനി നമ്മൾ അറിയാനുള്ളത് ഈ മുന്നണികൾ ആരെയാണ് ഇത്തവണ ഈ പോരിന് കളത്തിലിറക്കുന്നത് എന്നതാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത്, എങ്ങനെയാണ് മുന്നണികൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്, എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളും സമവാക്യങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാൻ പോകുന്നത്? തീർച്ചയായും ജിക്ക് ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കാൻ പോകുന്നു. രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ചുരുങ്ങാൻ പോകുന്ന മണിക്കൂറുകൾ ഉടൻ UDFന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം, UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ താമസിക്കാൻ LDFനും കഴിയില്ല. LDF ഒരുപക്ഷെ നാളെയോടുകൂടി തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി കഴിഞ്ഞാൽ ഇനി 25 ദിവസം മാത്രമാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ശേഷിക്കുന്നത്. 25-ാം ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി എഴുതും. എന്തായാലും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം ഇടതുമുന്നണിക്കും UDFനും ഏറ്റവും നിർണായകമാണ്. 4 വർഷം പൂർത്തിയാക്കുന്ന LDF സർക്കാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ഭരണവിരുദ്ധ വികാരമല്ല കാരണമെന്ന് ആവർത്തിച്ചു പറഞ്ഞ LDFന് നിലമ്പൂരിലെ വിജയം ഏറ്റവും സുപ്രധാനമാണ്. പ്രത്യേകിച്ച് LDFന്റെ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റ്, അത് PV അൻവർ സ്വതന്ത്രനായിട്ട് നിന്ന് 2016-ലും അതിനുശേഷം 21-ലും നേടിയെടുത്ത സീറ്റ്. ആ സീറ്റ് PV അൻവറുമായുള്ള പടലപ്പിണക്കത്തെ തുടർന്ന് PV അൻവർ രാജിവെച്ചതോടുകൂടി മുന്നണി വിട്ട് അതിനുശേഷം CPM ബന്ധം ഉപേക്ഷിച്ച് അതിനുശേഷം രാജിവെച്ചതിനെ തുടർന്ന് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്. ഇനി ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് LDFന് ഏറ്റവും നിർണായകമാണ്. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, PV അൻവർ LDFൽ നിന്ന് പോയതിൽ തങ്ങൾക്ക് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് CPMന്റെ കടമയാണ്. ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങളിൽ നിന്ന് ഒരു 3ാം വട്ടം മുന്നിൽ കണ്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന CPMന് LDFന് ഈ വിജയം അനിവാര്യമാണ്. പക്ഷേ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്നത് UDFനാണ് എന്ന് തുടക്കത്തിൽ പറയേണ്ടി വരും. കാരണം അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF കൺവീനറിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണങ്ങൾ പുറത്തു വന്നത്. വിജയം മാത്രം അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അൻവറിന്റെ തുടക്കത്തിലുള്ള എതിർപ്പുകൾ, അൻവർ ആദ്യം UDFനുമായി സഹകരിക്കുമെന്ന് പറയുമ്പോഴും താൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു നിബന്ധന അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളിയായി മുന്നിൽ നിന്നെങ്കിലും ആ സാഹചര്യമെല്ലാം മാറി. UDF ഇപ്പോൾ PV അൻവറുമായി ഒരു സമവായത്തിലെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രഖ്യാപനങ്ങൾ, അതായത് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തുടർന്നുണ്ടായ സാധ്യതയുള്ള തർക്കങ്ങൾ ഒരുപക്ഷെ നിലമ്പൂരിൽ കാണാൻ വഴിയില്ല. എങ്കിലും ചില പ്രതീക്ഷകൾ LDFനുണ്ട്. അതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തുന്നതും. പക്ഷേ ഇതുവരെ ഒരു CPM ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഒരു അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാൻ നിലമ്പൂരിൽ കഴിഞ്ഞിട്ടില്ല. ആ കുറവ് നികത്താൻ LDF പരിശ്രമിക്കുമോ, അതായത് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ CPM തയ്യാറാകുമോ എന്നൊരു ചോദ്യവും നിർണായകമാണ്. അത് നേരത്തെ അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതിൽ നിന്നും ആ ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ടിടുന്നുണ്ട്. ഏത് ചിഹ്നത്തിലായിരിക്കും CPM സ്ഥാനാർത്ഥി വരിക അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി വരിക എന്നുള്ളൊരു ചോദ്യം കൂടി. ഇതുവരെ കഴിഞ്ഞ 3 തവണ LDF ഈ മണ്ഡലം പിടിച്ച് 82-ൽ DK MCയും അതിനുശേഷം 2016-ലും 21-ലും PV അൻവറിലൂടെയും മണ്ഡലം പിടിക്കുമ്പോൾ
പറയുമ്പോഴും അതൊന്നും ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു വിജയിച്ച് കയറിയ സാഹചര്യമായിരുന്നില്ല. ഇനി ആര് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ അത് പൊതു സ്വതന്ത്രൻ PV അൻവർ വന്നതുപോലെ ഒരു പൊതു സ്വതന്ത്രൻ ഉണ്ടാകുമോ, അതോ പാലക്കാട് പരീക്ഷിച്ചതുപോലെ ഏതെങ്കിലും അസംതൃപ്തനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ UDF ക്യാമ്പിലൂടെ ഉയർന്നു വരികയും അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള സാഹചര്യങ്ങൾ LDF പരിശോധിക്കുന്നുണ്ട്. UDF ക്രിസ്റ്റൽ ക്ലിയറായി അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 പേരുകളാണ് തുടക്കം മുതൽ നേരത്തെ തന്നെ ഉയർന്നു കേട്ടത്. ആ 2 പേരുകളിൽ ഒരാൾ, അതായത് VS ജോയ് അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത്, ഈ 2 പേരുകളിൽ ഒന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ ആ പ്രഖ്യാപനവും ഉണ്ടാകും. ഒന്നിലേക്ക് UDF എത്തും. ആ ഒരു സർപ്രൈസ് മാത്രമാണ് UDF സ്ഥാനാർത്ഥികളിൽ ഇനി പ്രഖ്യാപിക്കാനുള്ളത്. പക്ഷേ ഒരു അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ ഒരു UDF ഈ ക്യാമ്പിലേക്ക് ഇറക്കുമോ, കോൺഗ്രസ് ശരി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. വലിയ പോരാട്ടത്തിന് നിലമ്പൂർ വേദിയാകാൻ പോകുന്നു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, 2016 PV അൻവർ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്, താൻ വിജയം ഉറപ്പായ സ്ഥാനാർത്ഥിയാണെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത്. അവിടെ വെച്ചാണ് നിലമ്പൂർ മണ്ഡലം UDFന് കൈവിട്ടു പോയത്. അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് അതേപോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഇക്കുറിയും ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് മുന്നിൽ ഒരു തലവേദനയായ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് വന്ന PV അൻവർ ആദ്യം ചെയ്തത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി VS ജോയ് ആണ് അന്ന് PV അൻവർ പറഞ്ഞത് വലിയ വിവാദങ്ങൾക്കിടവച്ചിരുന്നു. ക്രൈസ്തവ സമുദായാംഗം എന്ന നിലയിൽ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് താൻ പ്രഖ്യാപിച്ചതെന്ന ന്യായീകരണമായിരുന്നു അന്ന് PV അൻവർ ഇതിന് നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പറയുമ്പോൾ അത് UDFനകത്തുള്ള ഭിന്നത പരിഹരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതല്ല ഒരു വിഭാഗത്തെ നിരാശപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണോ വരാൻ സാധ്യത? ഇടതുമുന്നണിക്ക് സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യം എത്രത്തോളം അവരെ അലോസരപ്പെടുത്തുന്നതാകും? NDAയുടെ സാധ്യതകൾ എങ്ങനെയാണ് നിലമ്പൂരിലെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ നമ്മൾ വിലയിരുത്തേണ്ടത്? GK, സജീവമായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് 3 മുന്നണികളിലും ഒരുപോലെ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDFനെ സംബന്ധിച്ച് ഇപ്പോഴൊരു അന്തിമ പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും അത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ എന്നുള്ളതാണ്. അപ്പോൾ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവരുമായി ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. അല്പസമയം മുൻപ് PK കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. UDF ചെയർമാനുമായും KPCC അധ്യക്ഷനുമായും ഇതാ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ തിരക്കിട്ട ഒരു ചർച്ചകൾ തന്നെ UDFനെ സംബന്ധിച്ച് കിടക്കുന്നു. കാരണം ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമായിട്ട് തന്നെ UDF കാണുന്നു. അപ്പോൾ ഒരു പാളയത്തിലെ പട ഒഴിവാക്കുന്നതിന് വേണ്ടി ഏകദേശം ഒരു ഏപ്രിൽ ആദ്യം മുതൽ തന്നെ സജീവമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അതൊരൊറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു 2 വിഭാഗമായി തന്നെ തിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ ഗുണങ്ങൾ, ഒപ്പം തന്നെ VS ജോയിയുടെ ഗുണങ്ങൾ, ഇവരുടെ കോട്ടങ്ങൾ, ഇതൊക്കെ തന്നെ ഇരു കൂട്ടരും നേതാക്കൾക്കിടയിൽ പോലും 2 ഭാഗങ്ങളായി നിൽക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. പിന്നീട് കേട്ടത് അതിലൊരു സമവായത്തിലേക്ക് എത്തി എന്നുള്ള കാര്യമായിരുന്നു. അതിലൊരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഈ ഒരു തിരഞ്ഞെടുപ്പ് കുറച്ച് വൈകും, അതിന്റെ ഒരു അനിശ്ചിതത്വത്തേക്ക് സംബന്ധിച്ച് ഒരു ചർച്ച വന്നതിന് ശേഷമാണ് അതൊന്ന് തണുത്തത്. ഇപ്പോഴിതാ വീണ്ടും സജീവമായി തന്നെ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള നിലയ്ക്ക് തന്നെ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുകയാണ്. ഇവർ സ്വാഭാവികമായി നമ്മൾ ആര്യാടൻ ഷൗക്കത്തൊക്കെ ആയിട്ട് സംസാരിച്ചു. ആകാംക്ഷയിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ ഉള്ളത്. ശരി, ഏതായാലും നമുക്ക് വിശദമായ റിപ്പോർട്ടുകൾ ആവശ്യമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്നുമാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുണരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്നു, എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാകുന്നു, കേരളത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ സംബന്ധിച്ചും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഒരുപോലെ അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിലേത്. PV അൻവർ പടിയിറങ്ങിപ്പോയ ശേഷം ആ മണ്ഡലം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് കാണിക്കാനായിരിക്കും ഇടതുമുന്നണി ശ്രമിക്കുക. UDF ആകട്ടെ 2016 കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ തങ്ങൾ പ്രാപ്തരായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനുമായിരിക്കും.